അപ്പൊ നമ്മൾ നല്ല എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചാണ് കേട്ടോ. നല്ല ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത് ഇതാ. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമ്മൾ ചെയ്യുന്ന പറഞ്ഞ അടിപൊളി ഒരു വീഡിയോ ആണ്. വളരെ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അതായത് നമ്മളെ വീട്ടിലും അപ്പമാവൊക്കെ അധികം വരുമല്ലോ, അന്നേരം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇതാ ഇത് ചെയ്ത് നോക്കൂ. കിടിലമാണ്. ഈ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ ഇപ്പൊ പ്ലെയിൻ ആയിട്ടാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കണ്ടല്ലോ, അതിന് എന്നും പറഞ്ഞാലോ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടാരെ. നേരെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പൊ ഇത് നമുക്ക് ഇന്നലെ അധികം വന്ന അപ്പമാവാണ് കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ അല്ലെ ബീട്രൂട്ടോ സവാളയൊക്കെ ഗ്രേറ്റ് ചെയ്തൊക്കെ ഗ്രേറ്റ് ചോപ്പൊക്കെ ചെയ്ത് ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇതിനകത്തൊന്നും ചേർക്കുന്നില്ല, ഈ അപ്പമാവ് മാത്രം കൊണ്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഉണ്ണിവെപ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇതിനകത്ത് അര ഒഴിച്ചാൽ മതി കേട്ടോ. ഏകദേശം ഒരു സൈഡ് റെഡിയാക്കാണ്, നമുക്ക് നിന്ന് തിരിച്ചിടാം. ഇതെല്ലാം ഒന്ന് ഇതിനൊന്ന് തിരിച്ചിടാം. ഇപ്പൊ രണ്ട് ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ നമ്മൾ നല്ല എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചാണ് കേട്ടോ. നല്ല ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത്. ഇതാ സൂപ്പറാണ്. നമ്മൾ അപ്പത്തിന്റെ മാവ് കൊണ്ട് ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കും. ഇതിന്റെ കൂടെ നമുക്ക് കറി ഏതായാലും മതി, മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടാരെ. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.